എവ്രിവൺ. നമ്മുടെ കോർപ്പറേറ്റ് അക്കൗണ്ടിങ്ങിൽ നമ്മൾ എന്താ പറഞ്ഞെടുത്തിയത്? IFRSന്റെ രീതിയല്ലേ പറയണത്. IFRS എന്താണ്, IFRS അഡോപ്ഷൻ എന്താണ്, IFRS കൺവേർജൻസ് എന്താണ്, IFRS അഡോപ്റ്റ് ചെയ്യുന്നതിൻ്റെ അല്ലെങ്കിൽ IFRSലോട്ട് കൺവേർട്ട് ചെയ്യപ്പെടുന്നതിൻ്റെ ആവശ്യകത, നീഡ് എന്താണ്, അതിൻ്റെ ബെനിഫിറ്റ് എന്താണ്, അങ്ങനെയുള്ള കാര്യങ്ങൾ നമ്മൾ പറയുന്നുണ്ട് അല്ലേ. സോ ഇപ്പോൾ നമ്മൾ ഇനി പറയാൻ പോകുന്നത് IFRS അഡോപ്ഷൻ ഓർ കൺവേർജൻസ് ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ IFRS ഇന്റർനാഷണൽ ഫിനാൻഷ്യൽ റിപ്പോർട്ടിംഗ് സ്റ്റാൻഡേർഡ്സിലേക്ക് നമ്മൾ കൺവേർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു പ്രോസസ്സ് എങ്ങനെയാണെന്നാണ് നമ്മൾ പറയുന്നത്. ഓൾറെഡി പല നമ്മുടെ പ്രീവിയസ് ക്ലാസ്സുകളിൽ പല രീതിയിൽ മെൻഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ഒന്നുകൂടി പറയുന്നത് കേട്ടോ. നമ്മൾ ഓൾറെഡി ജസ്റ്റ് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, മെൻഷൻ ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. ഒന്നുകൂടി പറയാണ്, ഡീറ്റെയിൽഡ് ആയിട്ട് സ്ട്രക്ചേർഡ് ആയിട്ട് ഒന്നുകൂടി പ്രസന്റ് ചെയ്യുന്നത് മാത്രം. സോ IFRS കൺവേർജൻസ് ഇൻ ഇന്ത്യ. നമുക്കറിയാം ഇന്ത്യയിൽ എന്താ ചെയ്തിട്ടുള്ളത്, IFRS മുഴുവനായിട്ടും അഡോപ്റ്റ് ചെയ്തിട്ടില്ല. IFRSലേക്ക് നമ്മുടെ ഇന്ത്യ ചെയ്തിട്ടുള്ളത് കൺവേർട്ട് ചെയ്യപ്പെടുകയാണ് അല്ലേ. ദെൻ എങ്ങനെയായിരുന്നു അതിൻ്റെ ഒരു ഹിസ്റ്ററി പോലെയാണ് പറയുന്നത്. 2006 ICAI, വാട്ട് ഈസ് ICAI? ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ. 2006 ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ, ഇന്ത്യയിലെ ചാർട്ടേഡ് അക്കൗണ്ടൻസിന്റെ ഇൻസ്റ്റിറ്റ്യൂഷൻ ICAI എന്തിനു മുന്നോട്ട് വന്നിട്ടുള്ളത്? IFRSലേക്ക് കൺവേർട്ട് ചെയ്യാം അല്ലെങ്കിൽ IFRS അഡോപ്റ്റ് ചെയ്യാമെന്നുള്ള ആ ഒരു പ്രോസസ് ഓഫ് മൂവ്മെന്റ് അല്ലെങ്കിൽ പ്രോസസ് ഓഫ് മൂവിങ് ടുവേർഡ്സ് IFRS എന്നുള്ളതിലേക്ക് പോകാനുള്ള ഒരു മൂവ്മെന്റിന് തുടക്കം ഇട്ടിട്ടുള്ളത് 2006 ICAI ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ആണ്. ഓക്കെ, പിന്നീട് 2006 ഒരു ഇനീഷ്യേഷൻ ഇവരുടെ ഭാഗത്തു നിന്നുണ്ടായി. ദെൻ 2015 നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ്, നമ്മുടെ ഇന്ത്യയുടെ MCA മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് 2015 ഫെബ്രുവരി 19 ഡേറ്റ് ചെയ്തിട്ടില്ല, അന്ന് പുറപ്പെടുവിച്ചിട്ടുള്ള ഒരു നോട്ടിഫിക്കേഷനാണ് റിവൈസ്ഡ് റൂൾ. നമ്മുടെ ഇന്ത്യയിൽ നിലനിന്നിരുന്ന ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ സ്ലൈറ്റ്ലി മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്ന് ചെറിയ രീതിയിൽ റിവിഷൻസ് കൊണ്ടുവന്നിട്ട് IFRSലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാനുള്ള ഒരു ഒഫീഷ്യൽ നോട്ടിഫിക്കേഷൻ എന്നാ വന്നിട്ടുള്ളത് 2015 ഫെബ്രുവരി 19 ആരാ അത് ഇഷ്യൂ ചെയ്തിട്ടുള്ളത്? മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് MCA. ദെൻ ഈ നോട്ടിഫിക്കേഷൻ അതിൽ എന്താ പറയുന്നത്? നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ കറക്ഷൻസ് കൊണ്ടുവന്ന് അല്ലെങ്കിൽ മോഡിഫിക്കേഷൻസ് കൊണ്ടുവന്ന് നമ്മുടെ ഇന്ത്യയിലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്നത് IFRSലേക്ക് അല്ലെ. ഈ IFRSലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുന്ന ഒരു റിവൈസ്ഡ് റൂൾസ് ആർക്ക് അപ്ലിക്കബിൾ ആയിരുന്നില്ല? ഇൻഷുറൻസ് കമ്പനികൾക്കും ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസും നോൺ ബാങ്കിങ് ഫിനാൻഷ്യൽ കമ്പനീസിനും അപ്ലിക്കബിൾ ആയിരുന്നില്ല. ബാക്കിയുള്ളതിന് മാത്രമായിരുന്നു ഈ ഒരു റിവൈസ്ഡ് റൂൾ അപ്ലിക്കബിൾ ആയിട്ടുണ്ടായത്. ദെൻ 2015 ഫെബ്രുവരി 19 ആ ഒരു നോട്ടിഫിക്കേഷൻസ് വരുന്നത്. അതിനുശേഷം 2015 ഏപ്രിൽ 1 മുതൽ വളണ്ടറി ബേസിസിൽ, അതായത് സ്വമേധയാ ഇംപ്ലിമെന്റ് ചെയ്യാം IFRS, ആ രീതിയിലാണ് വന്നിട്ടുണ്ടായത് 2015 ഏപ്രിൽ 1 മുതൽ. പിന്നീട് 2016 ഏപ്രിൽ 1 മുതൽ ഇറ്റ്സ് ബിക്കം മാൻഡേറ്ററി ഓർ കമ്പൽസറി. 2016 ഏപ്രിൽ 1 മുതൽ IFRS അഡോപ്റ്റ് ചെയ്യണം അല്ലെങ്കിൽ IFRSലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടണം എന്നുള്ളത് എന്തായി? നിർബന്ധമായിട്ട് വന്നു. ക്ലിയർ ആയോ? എന്താ നമ്മൾ പറയുന്നത്? അതിനൊരു ഹിസ്റ്ററിയാണ് പറഞ്ഞത്. IFRS ഇന്ത്യയിൽ അഡോപ്റ്റ് ചെയ്യാനുണ്ടായ അല്ലെങ്കിൽ IFRSലേക്ക് ഇന്ത്യ കൺവേർട്ട് ചെയ്യപ്പെടാനുള്ള ഒരു ഹിസ്റ്ററിയാണ് പറഞ്ഞത്. 2006 നമ്മുടെ ICAI എന്ന് പറയുന്ന ആ ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ IFRSലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടാനുള്ള ആ ഒരു മൂവ്മെന്റിന് ഒരു ഇനീഷ്യേഷൻ, ഒരു തുടക്കം ഇട്ടത്. ദെൻ 2015 നമ്മുടെ മിനിസ്ട്രി ഓഫ് കോർപ്പറേറ്റ് അഫയേഴ്സ് ഒരു നോട്ടിഫിക്കേഷൻ ഇറക്കി. എന്ത് പറഞ്ഞിട്ടായിരുന്നു നോട്ടിഫിക്കേഷൻ? റിവൈസ്ഡ് റൂൾ, നമ്മുടെ ഇന്ത്യൻ അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സിൽ മോഡിഫിക്കേഷൻസ് വരുത്തി IFRSലേക്ക് കൺവേർട്ട് ചെയ്യപ്പെടുകയാണെന്നുള്ള നോട്ടിഫിക്കേഷൻ ഇറക്കി. ദെൻ 2015 ഏപ്രിൽ 1 മുതൽ കമ്പനീസിന് അത് വളണ്ടറി സ്വമേധയാ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വളണ്ടറി അല്ലെങ്കിൽ സ്വമേധയാ അത് അഡോപ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. ബട്ട് 2016 ഏപ്രിൽ 1 മുതൽ എന്ത് ചെയ്യണം?
ഇറ്റ്സ് ബിക്കം മാൻഡേറ്ററി ഓർ കമ്പൽസറി. അത് കമ്പൽസറി ആയിട്ട് വന്നു. ഓക്കെ. ദെൻ പിന്നീട് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്സ് ഇൻ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്സാണ് നമ്മൾ പറയുന്നത്. നമ്മൾ ഓൾറെഡി മെൻഷൻ ചെയ്ത കാര്യമാണ് എങ്ങനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യപ്പെടുന്നത്, അല്ലെങ്കിൽ എങ്ങനെയാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഇംപ്ലിമെന്റ് ചെയ്യപ്പെടുന്നത് എന്നുള്ളത് വൺ ബൈ വൺ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ഇനി സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ് ഇൻ ഇന്ത്യ IFRS എങ്ങനെയാണ് സെറ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളത് പറയാണ്. ഫസ്റ്റ് വൺ എന്താ? ഡിറ്റർമിനേഷൻ ഓഫ് ഏരിയാസ് ഓഫ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്, AS അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. നമ്മുടെ IFRSന്റെ അല്ലെങ്കിൽ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഏതൊക്കെ ഏരിയയിൽ വേണം, ഏതൊക്കെ സ്ട്രീംസിൽ, ഏതൊക്കെ ഡിസിപ്ലിൻസിലാണ് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോർമുലേറ്റ് ചെയ്യപ്പെടേണ്ടത് അല്ലെങ്കിൽ ഡെവലപ്പ് ചെയ്ത് വരേണ്ടത്, ആ ഏരിയാസിനെ ഐഡന്റിഫൈ ചെയ്യുക അല്ലെങ്കിൽ ഡിറ്റർമൈൻ ചെയ്യുക എന്നുള്ളതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. ദെൻ സെക്കൻഡ് സ്റ്റെപ്പ് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സ്റ്റഡി ഗ്രൂപ്പ്. അതായത് ഈ ഏരിയാസ് നമ്മൾ ഐഡന്റിഫൈ ചെയ്തു, ദെൻ അത് ആ ഏരിയാസിലെ അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് എന്ത് ചെയ്യണം? ഡെവലപ്പ് ചെയ്യണം വേണ്ടേ? അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു സ്റ്റഡി ഗ്രൂപ്പിനെ, അതായത് ഗ്രൂപ്പ് ഓഫ് പീപ്പിളിനെ എന്ത് ചെയ്യാണ്? കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യാണ്. ദെൻ തേർഡ് വൺ ഡയലോഗ് വിത്ത് വാരിയസ് റെപ്രസെൻറ്റേറ്റീവ്. ദെൻ ഈ IFRSന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് ആയി വരുന്ന ഗവൺമെന്റ് ആയിക്കോട്ടെ, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ അതർ ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷൻസ് ആയിക്കോട്ടെ, അപ്പൊ അത്തരം ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ്? അവരുടെ കമന്റ്സ് അല്ലെങ്കിൽ അവരുടെ ഒപ്പീനിയൻസ് നമ്മൾ കൺസിഡർ ചെയ്യാണ്. കാരണം IFRS നിലവിൽ വരുന്നതോട് കൂടിയിട്ട് അതിന്റെ സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ ഇൻട്രസ്റ്റഡ് പാർട്ടീസ് എന്ന് പറയുന്നതിൽ ഇവരൊക്കെ പെടും. ഗവൺമെന്റ് ഉണ്ട്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ് ഉണ്ട്, മറ്റ് ഇൻഡസ്ട്രീസ് ഓർഗനൈസേഷൻസ് എല്ലാം ഉണ്ട്. സോ അത്തരം പാർട്ടീസിന്റെ കയ്യിൽ നിന്ന്, അത്തരം റെപ്രസെന്റേറ്റീവ്സിന്റെ കയ്യിൽ നിന്ന് എന്ത് ചെയ്യാണ്? കമന്റ്സ് വാങ്ങുകയാണ്, അവരുടെ സജഷൻസ്, ഒപ്പീനിയൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്യാണ്. ദെൻ ഫോർത്ത് വൺ പ്രിപ്പറേഷൻ ഓഫ് എക്സ്പോഷർ ഡ്രാഫ്റ്റ്. ദെൻ നമ്മളൊരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു റഫ് കോപ്പി ക്രിയേറ്റ് ചെയ്യുക. അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ആദ്യം നമ്മൾ ചെയ്തത് ഏതൊക്കെ ഏരിയയിൽ വേണം, രണ്ടാമത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്യുക, അതിനെ അനലൈസ് ചെയ്യാൻ, മൂന്നാമത് ഇൻട്രസ്റ്റഡ് പാർട്ടീസിന്റെ അഭിപ്രായം ചോദിച്ചു, നാലാമത് ഒരു റഫ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ ഒരു എക്സ്പോഷർ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തു. ദെൻ ഫിഫ്ത്ത് വൺ ഇഷ്യൂവൻസ് ഓഫ് സർക്കുലേഷൻ. ആ റഫ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ എക്സ്പോഷർ ഡ്രാഫ്റ്റ് നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ ICAIയുടെ മെമ്പേഴ്സിനും പബ്ലിക്കിനും എന്ത് ചെയ്യാണ്? സർക്കുലേറ്റ് ചെയ്യാണ്, അവരുടെ മുന്നിൽ പ്രസന്റ് ചെയ്യാണ്. എന്തിനു വേണ്ടിയിട്ടാണ്? അവരുടെ അഭിപ്രായങ്ങൾ, അവരുടെ കറക്ഷൻസ് അല്ലെങ്കിൽ അവരുടെ കമന്റുകൾ, ഒപ്പീനിയൻസ് എല്ലാം അറിയാൻ വേണ്ടിയിട്ട്. ദെൻ സിക്സ്ത് പോയിന്റ് കൺസിഡറേഷൻ ഓഫ് വ്യൂസ് ആൻഡ് ഡ്രാഫ്റ്റിംഗ് ദി സ്റ്റാൻഡേർഡ്സ്. അതായത് ഇപ്പൊ നമ്മൾ മുന്നേ പറഞ്ഞ ഈ ICAIയുടെ മെമ്പേഴ്സിന്റെയും പബ്ലിക്കിന്റെ ഒക്കെ കമന്റുകളും ഒപ്പീനിയൻസും സജഷൻസ് എല്ലാം നമ്മൾ കളക്ട് ചെയ്ത് അതെല്ലാം കൺസിഡർ ചെയ്ത് ഒരു ഫൈനലൈസ് ചെയ്യാണ്, ഡ്രാഫ്റ്റ് ചെയ്യാണ്, സ്റ്റാൻഡേർഡ്സ് ഡ്രാഫ്റ്റ് ചെയ്യാണ്. ആ സ്റ്റാൻഡേർഡ്സ് ASB അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ് ബോർഡ് എന്ത് ചെയ്യുന്നുണ്ട്? ഫൈനലൈസ് ചെയ്യുന്നുണ്ട്. ദെൻ സെവൻത് വൺ പറയുന്നത് മോഡിഫിക്കേഷൻ ഓഫ് പ്രൊപ്പോസ്ഡ് സ്റ്റാൻഡേർഡ്. ഇപ്പൊ ഏഴാമത്തെ പോയിന്റിൽ നമ്മൾ ഡ്രാഫ്റ്റ് ചെയ്തിട്ടുള്ള ഈ സ്റ്റാൻഡേർഡ്സിനെ എന്ത് ചെയ്യണം? ഫർദർ മോഡിഫൈ ചെയ്യുക, അല്ലെങ്കിൽ ഫർദർ ഒന്നുകൂടി സ്ട്രക്ചേർഡ് ആക്കുക. ദെൻ എയ്ത്ത് പോയിന്റിൽ എന്താ പറയുന്നത്? അക്കൗണ്ടിംഗ് സ്റ്റാൻഡേർഡ്സ് ഫൈനലി ഇഷ്യൂ ചെയ്യുക. ക്ലിയർ ആയോ? ഇപ്പൊ നമ്മൾ പറഞ്ഞത് സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ് ഇൻ ഇന്ത്യയിൽ എങ്ങനെയാണ് സ്റ്റാൻഡേർഡ്സ് സെറ്റ് ചെയ്യണത്, IFRS സെറ്റ് ചെയ്തിട്ടുള്ള പ്രോസസ്സാണ് പറഞ്ഞത്. ആദ്യം എന്താ ചെയ്യണത്? ഏതൊക്കെ ഏരിയയിൽ വേണം, ഏരിയ ഡിറ്റർമൈൻ ചെയ്തു. രണ്ടാമത് ഒരു ഗ്രൂപ്പ് ക്രിയേറ്റ് ചെയ്തു, അതിനെ അനലൈസ് ചെയ്യാൻ. മൂന്നാമത് നമ്മുടെ ഇൻട്രസ്റ്റഡ് പാർട്ടീസ്, പബ്ലിക് സെക്ടർ അണ്ടർടേക്കിങ്സ്, ഗവൺമെന്റ്, ഇൻഡസ്ട്രീസ്, അതർ ഓർഗനൈസേഷൻസ്, അവരുടെ ഒപ്പീനിയൻസ് എടുത്തു. നാലാമത് റഫ് ഡ്രാഫ്റ്റ് അല്ലെങ്കിൽ എക്സ്പോഷർ ഡ്രാഫ്റ്റ് ക്രിയേറ്റ് ചെയ്തു. അഞ്ചാമത് ആ ഡ്രാഫ്റ്റ് എന്ത് ചെയ്തു? പബ്ലിക്കിന്റെ മുന്നിലും ICAIയുടെ മെമ്പേഴ്സിന്റെ മുന്നിലും നമ്മൾ സർക്കുലേറ്റ് ചെയ്തു. ദെൻ സിക്സ്ത് പോയിന്റ് അവരുടെ വ്യൂസും ഒപ്പീനിയൻസും കൺസിഡർ ചെയ്ത് ഒരു ഡ്രാഫ്റ്റ്, ഒരു സ്റ്റാൻഡേർഡ്സ് ഡ്രാഫ്റ്റ് ചെയ്തു. അത് ASB ഫൈനലൈസ് ചെയ്തു. ഏഴാമത്തെ പോയിന്റ് ആ ഫൈനലൈസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രാഫ്റ്റിൽ ഫർദർ മോഡിഫിക്കേഷൻസ് ഒക്കെ വരുത്തി. എട്ടാമത്തെ പോയിന്റിൽ എന്ത് ചെയ്യാൻ? നമ്മൾ അത് ഇഷ്യൂ ചെയ്യാണ് അല്ലേ? അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമ്മുടെ അക്കൗണ്ടിങ്
അതായത് IFRS സ്റ്റാൻഡേർഡ് സെറ്റിംഗ് പ്രോസസ്സിൽ പറയാനുള്ളത്. സോ നമ്മൾ എന്താണ് ഇന്നത്തെ ക്ലാസ്സിൽ പറഞ്ഞത്? IFRS അഡോപ്ഷൻ അല്ലെങ്കിൽ കൺവേർജൻസ് ഇന്ത്യയിൽ എങ്ങനെയായിരുന്നു അതിൻ്റെ ഹിസ്റ്ററിയാണ് പറഞ്ഞത്. ദെൻ ആ ഒരു പ്രോസസ്സാണ് പറഞ്ഞത് കേട്ടോ. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ ചോദിക്കുക. നോട്ട്സൊക്കെ അപ് ടു ഡേറ്റ് ആയിട്ട് എഴുതിയെടുക്കാം. താങ്ക് യു.